ഒരിക്കലും ജീവിതത്തിൽ തുറന്നു പറയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോവാ. ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരില കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. പോയത് പോട്ടറോ എന്നെ വെല്ലോന്റെ കയ്യിലെ കാശ് പോകുമ്പോ സകല തെണ്ടിയോളും ഫ്രീ ആയിട്ട് കൊടുക്കണ ഉപദേശം അത്. താനത് എന്നോട് പറയണ്ടട്ടാ. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കാം. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ. ചീറ്റിപ്പോൾ ആ നമ്പർ എപ്പോഴും ഏറ്റുന്നവരില്ല. ഈ ഒരു നമ്പർ ഏറ്റില്ലെങ്കിൽ ഇനിയൊരു നമ്പർ ഏക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ആസിഡ്. എന്റെ പൊന്നോ ഒടുക്കത്താ. പിന്നെ അങ്ങനെ മര്യാദയ്ക്ക് പറ. ഒരു സഹായവും ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് അസീമിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. പോയി ചത്തൂടേടാ. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, ആൾക്കാരത് വിശ്വസിക്കുന്നില്ല. പല ആൾക്കാരും പല രീതിയിലാണ് എടുക്കുന്നത്. എങ്ങനെയാ ജയറാമേട്ടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ചതിയനല്ലടവൻ എന്നെ നശിപ്പിച്ചങ്ങ് കൈ തന്നില്ലേ. അന്നത്തെ സംഭവത്തിന് ശേഷം അവൻ കാട്ടിക്കൂട്ടിയ കഴിവേറുതരത്തിന് കയ്യും കണക്കൂല. എന്റെ ഫോണിൽ ജയറാമിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്. ജയറാം അസീബിന് അയച്ച വോയിസ്. എല്ലാം കയ്യിന്ന് പോവാ. കാര്യം കാണാൻ നിങ്ങൾ കഴുതക്കാലല്ല തവളക്കാല് വരെ പിടിക്കുന്ന എനിക്ക് ഇപ്പം മനസ്സിലായി. അതായത് ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. ജയറാമിനെ വെച്ച് അതിന്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും മോശമായിരുന്നു. എന്റെ തൊട്ടു പിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനും. അപ്പൊ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഹസീബിനോട് ചെയ്യരുത്, പോയ പൈസ പോയിക്കോട്ടെ, ഇത് ശരിയാവത്തില്ല ഈ പടം. നിങ്ങൾ പോകുന്നത് അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവന്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയൊക്കെ കേട്ടോ. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. അത് ജയറാം പെടുത്തിന്നാണോ പറയുന്നത്? ജയറാം പെടുത്തി. ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ? ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. ഞാൻ ചോദിച്ചപ്പോ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു. പാല് കൊടുത്ത് വളർത്തിയ കൈക്ക് എന്നെ കൊത്തി. നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. നീ അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാ ഷൂട്ട് ചെയ്ത്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പൊ പുള്ളിയും പറഞ്ഞത് പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട് വേണ്ട ഹസീബ്, അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക് ജയറാമിന്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നു. അവരെ ഒന്നും വിശ്വസിക്കരുത്. നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്. നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. അവനെ നമ്പി നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. നീയൊക്കെ മനുഷ്യനാണോടാ? കുടുംബത്തിൽ കയറ്റുന്നത് റോഡ് അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായനക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാ. അവനുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ അസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷെ ഒന്ന് ഫോൺ ചെയ്യാനല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കഷ്ടം. അസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കേൾക്കാൻ നല്ല രസമുണ്ട്. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കെട്ടിണ്ടില്ല. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു. പടച്ചോനെ, സാറിന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ.
പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം. ദൈവം കാക്കട്ടെ. എന്നെ